ഇപ്പോൾ ഞങ്ങൾ നാളെ വേണമെങ്കിൽ പാണക്കാട് പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് മുനമ്പം ജനത ഒരു സമരത്തിന് വേണ്ടി പോവുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം സെലിബ്രിറ്റീസ് വരും, ഏതെല്ലാം രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ കൂടെ നിൽക്കും? എന്തിനു വേണ്ടി? ഞങ്ങളുടെ സ്വന്തം MP, ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ച MP പോലും ഞങ്ങൾക്കെതിരെ പാർലമെന്റിൽ ഞങ്ങൾക്കെതിരെയാണ് സംസാരിച്ച. മോദിജിക്ക് ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല. മോദിജി ഇനിയും അടുത്ത ഇലക്ഷനിൽ ജയിക്കും. അടുത്ത ഇലക്ഷനിലും ഇതിലും ഭൂരിപക്ഷത്തോടെ വരും. ഇത് ഞാനിപ്പോഴും ഇങ്ങനെ പറയുള്ളൂ. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റിയെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്ത്യൻ സിനിമയെ വെച്ച് നോക്കുകയാണെങ്കിൽ മൊഗാംബോനെ മാറ്റിയിട്ട് ഗബ്ബർ സിംഗിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ. ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിനൊക്കെ ഒരു കുറച്ച് നാള് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ അലിയൊലിയൊക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഇത് താനേ നിർന്നു പോയിക്കൊള്ളും. ഇന്നത്തെ ന്യൂസ് പ്രകാരം ഡൽഹി പോലീസിന്റെ കീഴിലുള്ള 400ഓളം ക്രിമിനൽ കേസുകളിൽ പെട്ടേക്കണം 400ഓളം പേര് ഇതിനകത്തുണ്ടായിരുന്നെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ജൻസി സമരത്തിന് വേണ്ടി സംസാരിക്കേണ്ട കാര്യങ്ങളായിരുന്നു ജൻസി സംസാരിച്ചിരുന്നത് വെച്ചത്. ഒരു കൂട്ടം നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു കൂട്ടം എന്താണ് അവർ സംസാരിക്കണേന്ന് പോലും അറിയാതെ നടക്കുന്നതാണ്. പക്ഷെ ഞങ്ങളിപ്പോഴും മുനമ്പം ജനത, മുനമ്പത്തെ ഒരു ചെറിയൊരു പൗരൻ എന്ന നിലയിൽ ഞങ്ങളുടെ മനസ്സെന്നും മോദിക്കൊപ്പമാണ്. മോദി ഇനിയും ഉണ്ടാവും. ഇതെല്ലാം അവസാനിക്കും. മോദി ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കി നമുക്ക് കാണാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേര് ഫിലിപ്പ്. ചേട്ടാ, ഇപ്പോൾ ഈ ദില്ലിയിൽ CJPയുടെ സമരം അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. ആ സമയത്ത് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ ദില്ലിയിൽ സമരത്തിന് പോയിരുന്നു. ഈ മുനമ്പം സമരത്തിന് നേതൃത്വം നൽകിയ ഒരാളാണല്ലോ താങ്കൾ. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് 600 കുടുംബങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഈ മുനമ്പത്ത് വന്നിരുന്നു. ഈ പറയുന്ന നമ്മൾ ഈ കണ്ട സെലിബ്രിറ്റീസും നമ്മളിപ്പോൾ ഈ കാണുന്ന ആൾക്കാർ ആരും തന്നെ മുനമ്പത്ത് വന്നിട്ടില്ല. ആരും. ഇപ്പം നമ്മൾ ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ പേരാണെങ്കിലും നമ്മൾ ആ സമയത്ത് ഞങ്ങൾ മുനമ്പം സമരം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഓൾ ഐസ് ഓൺ മുനമ്പം, സേവ് മുനമ്പം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സമീപിക്കാത്ത സെലിബ്രിറ്റീസും രാഷ്ട്രീയ നേതാക്കന്മാരും കേരളത്തിലില്ല. എല്ലാവർക്കും പേഴ്സണലായിട്ട് അയച്ചു കൊടുത്ത് എല്ലാവരോടും നമ്മൾ സംസാരിച്ചിരുന്നു. ഇതൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു വാൾപേപ്പറായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ആയിട്ട് ഇടാമോ, അല്ലോ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമോ? ആരും തന്നെ അത് സ്വീകരിച്ചില്ല. വളരെ ഒരു പ്രമുഖനായ ഒരു സെലിബ്രിറ്റിയോട് ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ പരിചയമുള്ള ഒരു സെലിബ്രിറ്റി വന്ന് എന്നെ ജീവിക്കാൻ അനുവദിക്കും എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ശരിക്കും ഞങ്ങളിവിടെ സമരം ചെയ്തത് വഖഫ് ബോർഡിനെതിരെയാണ്. വഖഫ് ബോർഡിനെതിരെ എന്ന് പറയുമ്പോൾ ഒരു സമരം എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ സമരം മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ളൊരു രീതിയിൽ ചിത്രീകരിച്ചു. പക്ഷെ അവിടെയും ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ ആരും സംസാരിച്ചിരുന്നില്ല. അവിടെ സംസാര വിഷയം വന്നിരുന്നു വെച്ചത് അനധികൃതമായിട്ട് കയ്യേറി താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ സമരം ചെയ്തു. ഞങ്ങളുടെ ഈ കടപ്പുറത്തുള്ള ആളുകളുടെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു രീതിയിലെത്താൻ സാധിച്ചത്. ഞങ്ങളുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ്. അല്ലാതെ പുറത്തുനിന്ന് സഹായമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരുന്നു, പള്ളികളിൽ നിന്നും പല സഭകളിൽ നിന്നും. പക്ഷേ കാര്യത്തോട് എടുക്കുമ്പോൾ പലരും മുങ്ങിപ്പോകുന്നൊരു സ്ഥിതിയിലേക്കാണ് വന്നത്. അപ്പോൾ ഡൽഹിയിലെ ജന്തർ മന്ദറിലെ ഈ സമരം കണ്ടിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം ഞങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോഴും ഇപ്പോൾ ഈ സെലിബ്രിറ്റീസ് ഞങ്ങൾക്കറിയാം, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആരെല്ലാം ഈ സമരത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡൽഹിയിലേക്ക് പോയി. ഞങ്ങൾ നാളെ വേണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് മുനമ്പം ജനത ഒരു സമരത്തിന് വേണ്ടി പോവുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം സെലിബ്രിറ്റീസ് വരും, ഏതെല്ലാം രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ കൂടെ നിൽക്കും? എന്തിനു വേണ്ടി? ഞങ്ങളുടെ സ്വന്തം MP, ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ച MP പോലും ഞങ്ങൾക്കെതിരെ പാർലമെന്റിൽ ഞങ്ങൾക്കെതിരെയാണ് സംസാരിച്ച. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു MLA ഉണ്ട്. അദ്ദേഹം ഫുട്ബോളിനെ കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും നിയമസഭയിൽ അവസരങ്ങൾ കിട്ടിയപ്പോൾ സംസാരിക്കും. പക്ഷേ വഖഫ് വിഷയമായി സംബന്ധിച്ച് അദ്ദേഹത്തിന് പോലും സംസാരിക്കാനുള്ള ധൈര്യമില്ല. അദ്ദേഹം ഇപ്പോൾ ഇവിടെ പണി മുടങ്ങി കിടന്നിരുന്ന വെച്ചൊരു പാലമുണ്ട്. ഈ പാലത്തിൻ്റെ നിർമ്മിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വന്ന് ആരംഭിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ചിരി വന്നത്, ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഞങ്ങൾ ഈ പാലത്തിൻ്റെ പിന്നിൽ ഞങ്ങളൊരു സമരം ചെയ്തിരുന്നു. അത് ഞങ്ങളെന്ന് പറയുമ്പോൾ അവിടെയുള്ള ഒരു കൂട്ടം
സ്ത്രീകളുടെ നേതൃത്വത്തിൽ കുറച്ച് ചേച്ചിമാരുടെ നേതൃത്വം അന്നൊന്നും തിരിഞ്ഞു നോക്കാത്ത ഞങ്ങൾ ഈ കോൺഗ്രസ്സുകാർ അന്ന് കണ്ടിരുന്ന വെച്ചത് അതിൻ്റെ ആ പിന്നിലുള്ള കോൺഗ്രസ്സുകാരെ ഇവിടുത്തെ CCTV-കളൊന്നും നുണ പറയില്ലെങ്കിൽ ഈ കടപ്പുറത്തിൻ്റെ മൂലയിലിരുന്ന് കുപ്പിയുമായി കുടിച്ചിരുന്ന വെച്ചാൽ കുറച്ച് കോൺഗ്രസ്സുകാരാണ് ഇന്ന് പാലം പണിയുടെ പേരിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ വഖഫ് സമരം വന്നപ്പോഴും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ രാഷ്ട്രീയപരമായിട്ടോ മറ്റുള്ള രീതികളിലല്ല പറഞ്ഞു, സംഘടനകളും ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങൾക്ക് പല രീതിയിൽ പക്ഷേ ഇന്ന് ഈ ജെൻസി സമരത്തില് നേതൃത്വത്തിന് വേണ്ടി സംസാരിച്ച ആരെയും തന്നെ മുനമ്പത്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ജൻസി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് പല ആളുകളും, പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഈ നരേന്ദ്രമോദിയുടെ വെടി തീർന്നു, പാറ്റകൾ മോദിയെ കൊണ്ട് പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മുനമ്പം ജനതയ്ക്ക് അല്ലെങ്കിൽ രാജ്യത്ത് വഖഫ് ബില്ല് പാസ്സാക്കിയത് മോദി സർക്കാരാണ്. നിങ്ങളുടെ ഒരു വിശ്വാസം എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ഇനി മുന്നോട്ടുള്ള പോക്ക്? അത് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ മലയാളം സിനിമയിലെ ഒരു കഥാപാത്രമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് നരേന്ദ്രമോദിയുടെ അത് തീർന്നു ഇത് തീർന്നു. വിദ്യാഭ്യാസ മന്ത്രി നീറ്റ് പരീക്ഷയെ കൊടുത്തെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത ഒരു മകള് എൻ്റെ ഫസ്റ്റ് കസിൻ ഉണ്ടായിരുന്നു. അവൾക്ക് അനുഭവിച്ച ദുരിതങ്ങളും കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൽ നീറ്റ് പരീക്ഷയോടനുബന്ധിച്ചുള്ള കാര്യത്തിന് ഞങ്ങൾക്കൊരു ന്യായവുമില്ല. അതെന്താ ആര് തന്നെയായാലും അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ പിന്നീട് അതിന് ശേഷം നമ്മൾ ഡൽഹിയിൽ കണ്ട കാര്യങ്ങളിൽ ആദ്യം ഞാൻ മനസ്സാലെ ഈ ഒരു കൂട്ടം ഒരു യങ്സ്റ്റേഴ്സ് നമ്മുടെ രാജ്യത്ത് നടന്ന ഈ ഒരു കാര്യത്തിന്, പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് അങ്ങനെ ആയിരുന്നില്ല. ജൻസി സമരങ്ങളുടെ ആദ്യത്തെ പോലെ ആയിരുന്നില്ലല്ലോ പിന്നീട് കണ്ടത്. പിന്നെ കോൺഗ്രസിനെ കുറിച്ച് പറയാൻ, ഇന്ന് ഈ മുനമ്പം ജനത, ഈ മുനമ്പത്തുള്ള ആൾക്കാർ ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് നിയമം പ്രകാരമാണ്. കാരണം ഏതൊരു വ്യക്തിക്കും ഈ കാണുന്ന റോട്ടിലൂടെ പോയി കാണുന്ന ഒരു വീട് നോക്കിയിട്ട് വഖഫ് 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ ആ വീട് സ്വന്തമാക്കാൻ പറയുന്ന ഒരു ഭീകര നിയമം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മോദിജിക്ക് ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല. മോദിജി ഇനിയും അടുത്ത ഇലക്ഷനിൽ ജയിക്കും. അടുത്ത ഇലക്ഷനിലും ഇതിലും ഭൂരിപക്ഷത്തോടെ വരും. ഇത് ഞാനിപ്പോഴും ഇങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റിയെന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഇന്ത്യൻ സിനിമയെ വെച്ച് നോക്കുകയാണെങ്കിൽ മൊഗാംബോനെ മാറ്റിയിട്ട് ഗബ്ബർ സിംഗിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ. ഇവരുടെ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഒരു കുറച്ച് നാള് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ അലിയൊലിയൊക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഇത് താനേ നിർന്നു പോയിക്കൊള്ളും. ചേട്ടാ, ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ CJPയുടെ ദില്ലിയിലെ സമരത്തിൽ രാഷ്ട്രദ്രോഹികൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധരായിട്ടുള്ള ശക്തികൾ നുഴഞ്ഞു കയറിയെന്ന് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് അതിനുള്ള ഒത്തിരി ഉദാഹരണങ്ങളുണ്ടല്ലോ. നമ്മളെല്ലാവരും കാണുന്നതല്ലേ, ഇതിന്റെ 2 മുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സമരത്തിന്റെ ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് പ്രകാരം ഡൽഹി പോലീസിന്റെ കീഴിലുള്ള 400ഓളം ക്രിമിനൽ കേസുകളിൽ പെട്ടേക്കണം 400ഓളം പേര് ഇതിനകത്തുണ്ടായിരുന്നെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ജൻസി സമരത്തിന് വേണ്ടി സംസാരിക്കേണ്ട കാര്യങ്ങളായിരുന്നു ജൻസി സംസാരിച്ചിരുന്നത് വെച്ചത്. ഒരു കൂട്ടം നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു കൂട്ടം എന്താണ് അവർ സംസാരിക്കണതെന്ന് പോലും അറിയാതെ നടക്കുന്നതാണ്. പക്ഷെ ഞങ്ങളിപ്പോഴും മുനമ്പം ജനത, മുനമ്പത്തെ ഒരു ചെറിയൊരു പൗരൻ എന്ന നിലയിൽ ഞങ്ങളുടെ മനസ്സെന്നും മോദിക്കൊപ്പമാണ്. മോദി ഇനിയും ഉണ്ടാവും. ഇതെല്ലാം അവസാനിക്കും. മോദി ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കി നമുക്ക് കാണാം. ഇപ്പോൾ ഈ ജോൺ ബ്രിട്ടാസ് പോലെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കന്മാരെല്ലാവരും തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ അധികമായി ദിവസങ്ങളോളം ഈ ദില്ലിയിൽ തങ്ങിയിരുന്നു. അവര് പറയുന്നത് നരേന്ദ്രമോദിയുടെ അവസാനത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുന്നു, രാജ്യത്തെ യുവജനങ്ങൾ BJPക്കെതിരായി ചിന്തിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ? ഈ ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾ മുനമ്പ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? ബ്രിട്ടാസിന് മുനമ്പ് എവിടെയാണെന്ന് അറിയാവുന്ന ബ്രിട്ടാസിനോട് തന്നെ ചോദിക്കണം, മുനമ്പം എവിടെയാണെന്ന് ബ്രിട്ടാസിന് അറിയാമോ? ഇവിടെ ഡൽഹിക്ക് പോകുന്നതിന്റെ, അദ്ദേഹം എറണാകുളത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് എവിടെയാണെന്ന് നമുക്കറിയാം. ഒരു 20-25 കിലോമീറ്റർ അപ്പുറം ഇത്രയും വലിയ ജനശ്രദ്ധ നേടിയ, ഇത്രയും പാർലമെന്റിൽ വരെ സംസാരിച്ച ഒരു സമരം ഉണ്ടായിട്ട് ഇവിടെ കാലുകുത്താൻ ധൈര്യമില്ലാത്ത ബ്രിട്ടാസ് ഡൽഹി പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്നും വലിയ, കാരണം ഞങ്ങൾക്കിതൊരു പട്ടിഷോ എന്ന് പറയൂലേ, നാടൻ ഭാഷയെ പറഞ്ഞ പട്ടിഷോ ആയിട്ട് തോന്നുള്ളൂ. കാരണം പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലുകുത്തിക്കാതെ നിർത്തിയൊരു സമരം ഉണ്ടെങ്കിൽ അത് മുനമ്പം സമരം മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും, ഇപ്പൊ ഡൽഹിയിൽ പോയി ഇവിടെ വന്നാൽ 10 വട്ടം ചിന്തിക്കണം അവർക്ക്. കാരണം ഇവിടെയും ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പല ആൾക്കാരും. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, ഈ വൈപ്പിൻ ദ്വീപിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കുറിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു നേതാവിനെ കുറിച്ച് അദ്ദേഹം തന്നെ ഏറ്റവും വലിയൊരു കോമഡിയാണ്.
ഇവരിപ്പോൾ എല്ലാം കോമഡി കഥാപാത്രങ്ങളായി മാറിയിരിക്കുകയാണ്. വൈപ്പിൻ ദ്വീപിൽ ഏറ്റവും വലിയൊരു നേതാവിന് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ സംസാരിച്ച് കളിയാക്കുന്നത്, അതായത് അദ്ദേഹം കലൂര് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് എറണാകുളത്തേക്കുള്ള ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എറണാകുളം കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ഇന്ന് വൈപ്പിൻ ദ്വീപിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞ പാച്ചുവും ഗോപാലൻ ആ ഒരു രീതിയിലുള്ള ഒരു കോമഡി കഥാപാത്രങ്ങളാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇപ്പോഴും ഇപ്പോൾ ആ പാലത്തിൻ്റെ ഇതിനവിടെയും എനിക്ക് അങ്ങനെ അധികം അവരെ കളിയാക്കണമെന്നില്ല. കാരണം അവർ പല പ്രാവശ്യം എന്നോട് വിളിച്ചു പറഞ്ഞ ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ചാനലിലൂടെ കളിയാക്കല്ലേ, ഞങ്ങളെ ആൾക്കാർ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് ഞങ്ങൾക്കെതിരെ ഒരു നിയമം കൊണ്ടുവന്ന് ഞങ്ങൾ ഇത്രയും ദുരിതത്തിലാക്കി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ കൂടെ ചേർന്നു. അപ്പോൾ ഇവരെയൊക്കെ ഞങ്ങൾ ഇത്രയേ വില കൊടുക്കുന്നുള്ളൂ. മോദി വീഴില്ല, ഉറപ്പാണ്. സ്വപ്നങ്ങളിൽ മാത്രം മറ്റുള്ള